എല്ലാവർക്കും നമസ്കാരം. എല്ലിൻ്റെ ബലം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നമുക്കറിയാം, എല്ലിൻ്റെ ബലം കുറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ എല്ല് പൊട്ടിപ്പോവും. അതേപോലെ തന്നെ നമുക്കൊരു ഏജ് കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ശരീരവേദന. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലിൻ്റെ ബലം വെച്ച് നമുക്ക് ചെറിയ വീഴ്ചകളൊക്കെ പറ്റിയാൽ പോലും എല്ല് സ്ട്രോങ് ആയിട്ട് ഇരുന്ന് നമുക്ക് ഫ്രാക്ചറോ അതുപോലുള്ള പൊട്ടലുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഫുഡിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ എല്ലിൻ്റെ ബലം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യം, വൈറ്റമിൻ ഡി, പ്രോട്ടീൻ, ഈ 3 ഘടകങ്ങളാണ് നമ്മുടെ എല്ലിൻ്റെ ബലം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് തന്നെ കാൽഷ്യം, അതായത് നമ്മുടെ എല്ല് ബലം വയ്ക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കാൽഷ്യമാണ്. അപ്പോൾ നമുക്ക് ആ കാൽഷ്യം കൂടാനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട 5 ഫുഡ് ഐറ്റംസാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത്. അതിൽ നമുക്കറിയാം, ഒരു ദിവസം നമുക്ക് ഒരു അഡൽട്ടിന് വേണ്ടത് 700 മില്ലിഗ്രാം പെർ ഡേ ആണ് കാൽഷ്യത്തിൻ്റെ അളവ്. 700 മില്ലിഗ്രാം കാൽഷ്യമാണ് നമുക്കൊരു ദിവസം വേണ്ടത്. അപ്പോൾ നമുക്ക് കാൽഷ്യം കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം എന്താ, പാലാണ്. നമുക്കറിയാം, 1 കപ്പ് നമ്മൾ പാല് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 300 മില്ലിഗ്രാം കാൽഷ്യം നമുക്ക് കിട്ടും. 1 കപ്പ് പാല് എന്ന് പറയുന്നത് നമുക്കറിയാം 250 ml മിൽക്കാണ്. അപ്പോൾ 250 ml മിൽക്കിനകത്ത് നമുക്ക് ഏകദേശം ഒരു 300 മില്ലിഗ്രാം കാൽഷ്യം കിട്ടും. അപ്പോൾ നമ്മൾ പാല് ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമതായിട്ട് കാൽഷ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഇലക്കറികളാണ്. ഇലവർഗത്തിൽപ്പെട്ട എല്ലാ പച്ചക്കറികളും, അതായത് ചീരയില, മുരിങ്ങയുടെ ഇല, മത്തൻ്റെ ഇല, പയറിൻ്റെ ഇല, ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഏകദേശം 1 കപ്പ് നമ്മൾ ഇതേപോലെ ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ആവശ്യമായ കാൽഷ്യത്തിൻ്റെ പകുതി നമുക്ക് കിട്ടും. അത് ഏകദേശം ഒരു 300 മില്ലിഗ്രാം കാൽഷ്യം നമുക്ക് ലഭിക്കുന്നതാണ്. എന്തൊക്കെ ഫ്രൂട്ട്സുകളിലാണ് നമുക്ക് കാൽഷ്യം കൂടുതലുള്ളത് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പപ്പായ, മാംഗോ, അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ, അതുപോലെ നേന്ത്രപ്പഴം, കിവി, സ്ട്രോബെറി, ഇതിലൊക്കെ നമുക്ക് ധാരാളം കാൽഷ്യമുണ്ട്. അപ്പോൾ കാൽഷ്യം കുറവുള്ളവർ, അതുപോലെ തന്നെ എല്ലിന് ബലക്കുറവൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ ഇതൊക്കെ ഫുഡിൽ നിർബന്ധമായിട്ട് നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ നട്ട്സ് ഐറ്റംസ് ആയ ബദാം, കാഷ്യൂ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പാലുൽപ്പന്നങ്ങളിലും നമ്മൾ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. പാലുൽപ്പന്നം എന്ന് പറയുമ്പോൾ നമുക്ക് തൈരാവാം, യോഗേർട്ട് ആവാം, അതുപോലെ തന്നെ പനീർ, അതുപോലെ ബാക്കി പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന ബാക്കിയുള്ള മിൽക്ക് പ്രോഡക്ട്സിലൊക്കെ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മീനുകളാണ്. കറി വെച്ച നമ്മൾ ചെറിയ മീനുകൾ കറി വെച്ചിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് മത്തി, അയില, നത്തോലി, അതുപോലുള്ള ചെറിയ മീനുകളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം നല്ല രീതിയിൽ കൂടുന്നതാണ്. അതായത് ആദ്യം തന്നെ പാലുൽപ്പന്നങ്ങളായ തൈര്, അതുപോലെ പനീർ, ഇതെല്ലാം ഉൾപ്പെടുത്തുക. ഇലക്കറികൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സിനകത്താണെങ്കിൽ ആപ്പിൾ, അതുപോലെ തന്നെ പപ്പായ, നമ്മളെ കിവി, സ്ട്രോബെറി, ബനാന, ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നട്ട്സ് ഐറ്റംസ് ഉൾപ്പെടുത്തുക. കറി വെച്ച മീനുകൾ, ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ അളവ് പ്രോപ്പറായിട്ടുണ്ടായിരിക്കും നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ കാൽഷ്യം നമ്മുടെ ശരീരത്തിനകത്തേക്ക് ആവശ്യമുള്ള രീതിയിൽ വലിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഒരു 4 ഭക്ഷണ ഐറ്റംസ് നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മുടെ കാൽഷ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിനകത്ത് അത് ഉള്ളിലേക്ക് നമ്മുടെ ആവശ്യത്തിന് എത്തണമെങ്കിൽ, അതായത് അതിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടത്തണമെങ്കിൽ നമ്മൾ ഒരു 4 ഫുഡ് ഐറ്റംസ് നമ്മൾ ഒഴിവാക്കണം. അത് ഏറ്റവും ആദ്യത്തെ പറയും നമ്മൾ ചായ, കാപ്പി. നമ്മൾ ഭക്ഷണത്തോടൊപ്പം ചായയോ കാപ്പിയോ കുടിക്കുന്നത് നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ രണ്ടാമതായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടത് മദ്യപാനമാണ്. അമിതമായ മദ്യപാനം ഉണ്ടെങ്കിൽ അത് കാൽസ്യം അബ്സോർപ്ഷൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മൂന്നാമതായിട്ട് പറയുന്നത്, നമ്മൾ അമിതമായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് അമിതമായിട്ട് കൊക്കക്കോള, പെപ്സിയോ ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷൻ കുറയ്ക്കുന്നതാണ്. അതുവഴി നമുക്ക് എല്ലിനൊക്കെ ഒരു ബലക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നാലാമതായിട്ട് പറയുന്നത്, ഉപ്പിൻ്റെ അളവ് നമ്മൾ മിതമായ രീതിയിൽ കഴിക്കണം. ഉപ്പിൻ്റെ അളവ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാലും അത് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ എല്ലിൻ്റെ ബലം കൂട്ടാൻ വേണ്ടി നമ്മൾ 3 കാര്യമാണ് പറഞ്ഞത്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കാൽഷ്യം. രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റമിൻ ഡി ആണ്. എല്ലിൻ്റെ ബലം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് വൈറ്റമിൻ ഡിയും നിർബന്ധമായിട്ട് ആവശ്യമായ അളവിലുണ്ടായിരിക്കണം.
നമുക്കെല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വൈറ്റമിനാണ് അല്ലേ. നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്, വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ നമ്മൾ രാവിലത്തെ പോക്ക് വെയിൽ എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും അത് തെറ്റാണ്. അതായത് നമ്മൾ വൈറ്റമിൻ ഡി നന്നായിട്ട് കിട്ടണമെങ്കിൽ രാവിലെ 10 മണി മുതൽ 3 മണിയുടെ ഉള്ളിലുള്ള വെയിലാണ് നമുക്ക് കൊള്ളേണ്ടത്. അത് ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ്, മാക്സിമം ഒരു 15 മിനിറ്റൊക്കെ ഈ ഒരു സമയത്തുള്ള വെയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ, വെയിൽ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി കിട്ടുന്നതാണ്. നമുക്കറിയാം ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണ ഐറ്റംസായ കോഴിമുട്ട, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു കറി വെച്ച ചെറിയ മീനുകൾ, മത്തി, അയില, നത്തോലി പോലുള്ള മീനുകൾ, അതുപോലെ തന്നെ എഡിബിൾ മഷ്റൂം, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണയോഗ്യമായ മഷ്റൂമിനകത്തൊക്കെ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി മൂന്നാമതായിട്ട് നമ്മുടെ എല്ലിൻ്റെ ബലം പ്രോപ്പറായിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് പ്രോട്ടീനാണ്. നമുക്കറിയാം നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോട്ടീനും ഭക്ഷണത്തിൽ പ്രോപ്പറായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കറിയാം പ്രോട്ടീൻ ഏറ്റവും കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം പയറുവർഗ്ഗങ്ങളടുത്ത് ധാരാളം പ്രോട്ടീൻ ഉണ്ട്. പയറുവർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് മുളപ്പിച്ച പയറൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിക്കൻ, മുട്ട, ഇതിലൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എല്ലിൻ്റെ ബലം പ്രോപ്പറായിട്ട് നിലനിർത്താൻ, അതുപോലെ തന്നെ നമുക്ക് വീഴ്ചകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എല്ലിന് പൊട്ടലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളത്, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ. അപ്പോൾ ഇത് മൂന്നും പ്രോപ്പറായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി വീഡിയോസ് ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ട് അതൊന്ന് ഷെയർ ചെയ്യുക ചെയ്യുക. താങ്ക് യു.